Hey guys, welcome back to Media for You. Let's talk about ദൃശ്യം 3. ഡയറക്ടർ ജിത്തു ജോസഫ് പറയുന്നത് നമുക്ക് കേൾക്കാം. പുള്ളി എവിടെയോ പോകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് പിടിച്ച് പുള്ളിക്ക് വരാനുള്ളത് നമുക്ക് ആദ്യം കേട്ടോക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം സംഭവിക്കുമോ ഇല്ലയോ. നമുക്ക് വീട്ടിലോട്ട് പോവാം. ഒന്നും പറയാനില്ല. അല്ല എന്നാലും അല്ല ലാലേട്ടൻ പറഞ്ഞ് ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അത് ശ്രമിക്കൊണ്ടേ ഇരിക്കും. അത് എന്നാവുന്നൊക്കെ എനിക്ക് അറിയില്ല. നടന്നു എന്ന് പറയാം, അത്രേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ അവിടെ ഇവിടെ നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് യാഥാർത്ഥ്യം ഞാൻ പറയാം. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ ഞാൻ ചെയ്യും. ചിന്തയും ഉണ്ടാവില്ല അത്, പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അല്ല, ഉറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല. അതൊരു 3-4 കൊല്ലം അങ്ങനെ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ ട്രൈ ചെയ്തത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സെക്കൻഡിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട് ഞാൻ, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല. എന്നാലും ഒരു തോട്ട് സാറിന്റെ കയ്യിലുണ്ട്. എന്നാലും ബ്രില്യൻസ് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്നും ചോദിച്ചില്ല. തോട്ടുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ദൈവമായിട്ട് നല്ല ഐഡിയ കിട്ടിയാൽ ദൃശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ. പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു കണ്ടന്റ് കിട്ടിയ സിനിമയാവും. ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ദൃശ്യം 3 സംഭവിച്ചില്ലെന്നേ വരും. ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ സംഭവിക്കും, ചിലപ്പോൾ സംഭവിക്കില്ല. അപ്പോൾ അതിനൊരു തീരുമാനമായി.